നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്ത് തോന്നുന്നു? എന്നാ ഒരു മിനിറ്റ് അണ്ണാ. നിങ്ങൾ ഒരു പക്ക ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു മികച്ച ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ, അതാണ് അസ്യൂസ് പുറത്തിറക്കിയിരിക്കുന്ന അസ്യൂസിൻ്റെ ROG 5S എന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അസ്യൂസിൻ്റെ ROG 5S എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അസ്യൂസിൻ്റെ ROG 5S എന്ന സ്മാർട്ട് ഫോൺ വരുന്ന ബോക്സ് ഇതാണ്. ഇവിടെ ഇതുപോലെ വലുതായിട്ട് ROG എന്ന് എഴുതിയിട്ടുണ്ട്. ROG ഫോൺ 5S എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ആ ഒരു ROGിൻ്റെ എംബ്ലം, അസ്യൂസിൻ്റെ ROG ലാപ്ടോപ്പിലും ഒക്കെ കാണുന്ന ഒരു എംബ്ലം ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ബോക്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത്തരത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഇത്തരത്തിൽ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കോമിക്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ ദോസ് ഹൂ ഡെയർ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഒരു പേപ്പർ ബോക്സാണ്. ആ ഒരു പേപ്പർ ബോക്സിനകത്ത് ഇതുപോലെ ROGിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിം ഇജക്ടർ പിന്നുണ്ട്. അതുപോലെ ഈ ഒരു ബോക്സിനകത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോണിൻ്റെ ബോഡിയിലുള്ള ഡിസൈൻ പാർട്ടുകൾ മറയ്ക്കാത്ത തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു കേസ്. അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. കൂടാതെ ഇതിനകത്ത് ഇതുപോലെ ചാർജർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ അസ്യൂസ് എഴുതിയിട്ടുണ്ട്. Type C to Type C ചാർജിങ് കേബിളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണോടൊപ്പം നൽകിയിരിക്കുന്നത്. അതുപോലെ സാധാരണ ഫോണുകളോടൊപ്പം വരുന്ന ചാർജിങ് കേബിളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്രൈഡഡ് കേബിൾസ് ആണ് നൽകിയിരുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു ക്ലോത്ത് മെറ്റീരിയൽ കൊണ്ട് കവേർഡ് ആയിട്ടാണ് ഈ ഒരു കേബിൾ വരുന്നത്. അതുപോലെ Type C to Type C കേബിൾ. അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ പുറത്തേക്ക് എടുക്കാം. യെസ്, ഒരു ഗെയിമിംഗ് ഫോണിൻ്റെ എല്ലാ ഭീകര ലുക്കുകളും നൽകിക്കൊണ്ട് തന്നെയാണ് അസ്യൂസ് ROG 5Sനെയും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബോഡിയിലുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു ഡിസൈനുകൾ മറയ്ക്കാത്ത തരത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ളൊരു ബാക്ക് കവറാണ് സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക് കവർ ഇട്ടാലും ഫോണിൻ്റെ ഭംഗി ഒട്ടും കുറയുന്നില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. ഫോണിൻ്റെ വലത് സൈഡിൽ ഇത്തരത്തിൽ വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ, ഇവിടെ ഒരു മൈക്രോഫോൺ കാണാം. അതുപോലെ താഴേക്ക് വരുമ്പോൾ 3.5 mm ഓഡിയോ ജാക്ക്, USB Type C ചാർജിങ് പോർട്ട്, രണ്ടാമത്തെ മൈക്രോഫോൺ, ഇവിടെ സിം ട്രേ, ഇവിടെ ഇത്തരത്തിൽ USB Type C ചാർജിങ് പോർട്ട് രണ്ടാമത്തേത്, അതുപോലെ ഗെയിമിംഗ് ആക്സസറീസായി കണക്ട് ചെയ്യാനുള്ള പോർട്ട്. മുകളിലേക്ക് വരുമ്പോൾ ടേർഷറി മൈക്കും നമുക്കിവിടെ കാണാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ചാർജിങ്ങിന് തന്നെ 2 Type C പോർട്ടുകളുണ്ട്. അതായത് നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചാർജിങ് ബുദ്ധിമുട്ടാണ്. കാരണം ഫോൺ ഇത്തരത്തിൽ പിടിച്ചുകൊണ്ടാണല്ലോ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ചാർജ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ തന്നെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ താഴെ ഒരു Type C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്നതും പ്രത്യേകത തന്നെയാണ്. മനോഹരമായിട്ടുള്ള ഒരു ലുക്ക് നൽകുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ക്യാമറ മൊഡ്യൂളും ഒക്കെ സാധാരണ സ്മാർട്ട് ഫോൺ നിന്നും വ്യത്യസ്തമാണ്. ഫോൺ ഒരല്പം ഹെവി തന്നെയാണ്. ഫോണിൻ്റെ തിക്നെസ് തന്നെ പറഞ്ഞാൽ 9.85 mm ആണ്. ഏകദേശം 10 mm അടുത്ത് കനമുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഭാരം എന്ന് പറയുന്നത് 238 ഗ്രാമാണ്. അപ്പോൾ 200 ഗ്രാമിൽ താഴെയുള്ള ഫോണുകളാണ് ഞാൻ റൈഡിൽ വെയിറ്റ് ആയിട്ട് കരുതുന്നത്. പക്ഷേ ഇതിന് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ഓർക്കുക, ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്, അല്ലാതെ ഒരു സാധാരണ പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു ഫോണല്ല. അതുകൊണ്ട് തന്നെയും ആ ഒരു ഹെവി ലുക്ക് ഫോണിന് മൊത്തത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. ഇൻ ഹാൻഡ് ഫീലിലും അത് അറിയാനുണ്ട്, ഇതിൻ്റെ ആ ഒരു വെയിറ്റും ആ ഒരു തിക്നെസ്സും. അതുകൊണ്ട് തന്നെ ഫോൺ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്, സാധാരണ ഒരു കോൾ ചെയ്യാനും അതുപോലെ അല്ലാതെയുള്ള കാര്യങ്ങൾക്ക് ഫോൺ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാനായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ അനുവദിച്ച് തന്നത് നമ്മളുടെ ഗ്രാൻഡ് ആയൂർ ഐലൻഡ് എന്ന ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഇടയിലുള്ള ഈ ഒരു റിസോർട്ടിൻ്റെ മാനേജ്മെൻറ്റാണ്. അപ്പോൾ അവർക്കൊരു വലിയ താങ്ക്സ്. ഇനി ഈ ഒരു റിസോർട്ടിൽ ഞങ്ങൾ 2-3 ദിവസം ഞങ്ങളെല്ലാം ഫാമിലിയും നമ്മളുടെ അനന്തും ഗോവിന്ദും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ 2-3 ദിവസം ഇവിടെ ഒരു അടിച്ചു പൊളിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്കും ഈ തരത്തിൽ ഈ വെക്കേഷനിലോ അല്ലാതെ കുടുംബമൊക്കെ ആയിട്ട് ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിസോർട്ടുമായി ബന്ധപ്പെടാനുള്ള നമ്പർ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. 6.78 ഇഞ്ചിൻ്റെ 2.5D കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇന്നുവരെ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടഫസ്റ്റ് ഗ്ലാസ് ആണ് ഈ പറഞ്ഞ തരത്തിലുള്ള കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ്. അപ്പോൾ അത് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ അങ്ങനെ ചെറിയ പോറലുകളൊന്നും വരില്ലെന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും. മാത്രമല്ല ഫുൾ HD+ AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് മാക്സിമം റിഫ്രഷ് റേറ്റ് 144 Hz ആണ് നൽകിയിരിക്കുന്നത്. സാധാരണ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ പോലും 120 Hz വിത്ത് AMO LED ഡിസ്പ്ലേ ആണ് വരുന്നത്.
പക്ഷേ ഇവിടെ 144 ഹെഡ്സ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഗെയിമിങ്ങിന് അത്രയേറെ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെയാവണം ഈ ഒരു സ്മാർട്ട് ഫോണിൽ 144 ഹെഡ്സ് കൊടുത്തിരിക്കുന്നു. മാത്രമല്ല 300 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഗെയിമൊക്കെ കളിക്കുമ്പോൾ അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് വിരലുകളിലൂടെ ഡിസ്പ്ലേയിൽ നിന്നും തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന 144 ഹെഡ്സ് റിഫ്രഷ് റേറ്റും 300 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിങ്ങും നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1200 നിറ്റ്സ് ആണ്. അപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ബ്രൈറ്റ്നസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഔട്ട്ഡോറിലൊക്കെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ ഒരു വിസിബിലിറ്റിക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മളിപ്പോൾ നല്ലൊരു സൺലൈറ്റിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, എന്നിട്ടും നല്ല വിസിബിളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ. മനോഹരമായിട്ടുള്ള വീഡിയോ വ്യൂയിങ്ങിന് വേണ്ടി HDR10+ൻ്റെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായി അസ്യൂസിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള ROG UIയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ROG UI കാഴ്ചവെക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെന്നേ തോന്നുന്നു. കാര്യമായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ROG UIയിൽ വന്നിട്ടില്ല എന്നുള്ളത് നല്ല കാര്യം. ഒരു പ്യൂർ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം. ഇതിനകത്ത് ബ്ലോട്ട് വോയിസുകളെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നും കുത്തി നിറച്ചിട്ടില്ല. വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രം, നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ക്ലീൻ UI തന്നെ, ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെ ഒരു ക്ലീൻ UI ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പൊസിഷനിങ്ങും കൊള്ളാം. കാര്യം അത് നമുക്ക് കണ്ടില്ല, കൈ വിരൽ ഇതുപോലെ വെക്കാൻ പറ്റിയ ഒരു പാകത്തിനുള്ള ഒരു പൊസിഷനാണ് നൽകിയിരിക്കുന്നത്. ചില ഫോണുകൾ ഇത് ഈ ഒരു ഭാഗത്തോട്ട് താഴോട്ട് ഇറക്കിയൊക്കെ ഫിംഗർ പ്രിൻറ്റ് വരുന്നതുകൊണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു പൊസിഷനിങ് ഓക്കെ ആണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല ആ ഒരു ഫിംഗർ പ്രിൻറ്റ് നമ്മളിപ്പോൾ എൻറോൾ ചെയ്യുന്നേ ഉള്ളൂ എങ്കിലും നല്ലൊരു റെസ്പോൺസ് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 888+ എന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. 5G സ്മാർട്ട് ഫോണാണ്. മാത്രമല്ല 18 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡിൻ്റെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. 8GB 12GB എന്നീ 2 റാം വേരിയൻറ്റുകളും 128 എന്ന ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻറ്റുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത്. ഇതിനകത്തുള്ള റാം എന്ന് പറയുന്നത് LPDDR5ഉം UFS സ്റ്റോറേജ് എന്ന് പറയുന്നത് 3.1ഉമാണ്. ഫോണിൻ്റെ ബാക്കിലായിട്ട് ഇത്തരത്തിൽ 3 ക്യാമറകളാണ്. 64 മെഗാ പിക്സലിൻ്റെ സോണി IMX686 എന്ന സെൻസറും 13 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിളും 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നത്. ഇതുപോലെ മനോഹരങ്ങളായിട്ടുള്ള സെൽഫി ഫോട്ടോകളും സെൽഫി വീഡിയോകളും എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് മുകളിലായിട്ട് ഇത്തരത്തിൽ ഒരു ചെറിയ സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതും 24 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി സെൻസറാണ് ഇത്തരത്തിൽ സെൽഫി ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് ഇത്തരത്തിൽ മാക്സിമം 8K 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ റെസൊല്യൂഷനും അതുപോലെ ഫ്രണ്ട് ക്യാമറയ്ക്ക് വന്നിട്ട് മാക്സിമം ഫുൾ HD 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ റെസൊല്യൂഷനുമാണ് നൽകിയിരിക്കുന്നത്. 6000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആകരുത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 6000 mAh നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്തരം ഒരു മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ വെച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം. കാരണം സാധാരണ നമ്മൾ ഈ ഫോണുകളുടെയൊക്കെ വീഡിയോ ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ വെച്ചാണ്. ഇന്ന് നമ്മൾ പതിവിന് വിപരീതമായിട്ട് നമ്മൾ ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ബോർഡറിലുള്ള ഗ്രാൻഡ് ആയൂർ ഐലൻഡ് എന്ന റിസോർട്ടിൽ വന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിചയപ്പെടുന്നത്. ആക്ച്വലി ഞങ്ങൾ ഇവിടെ ഒരു വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനായിട്ട് 2 ദിവസത്തേക്ക് താമസിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ച് ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്നു എന്ന് മാത്രം ഈ ഫോണുകൾ. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ഒരു റിസോർട്ടിലേക്ക് വരാം. അടിപൊളി റിസോർട്ടാണ്, വന്ന് താമസിക്കാം. നല്ല ഫുഡ്, നല്ല ആംബിയൻസ്, ചുറ്റും എല്ലാം കായലാണ്. ഇതൊരു ഐലൻഡാണ് സത്യം പറഞ്ഞാൽ. അതായത് ഈ ഒരു പ്ലേസിന് ചുറ്റും 4 സൈഡിലും കായലാണ്. നല്ല ആംബിയൻസ് ആണ്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് വരുന്നതിന് വേണ്ടി വിളിക്കേണ്ടുന്ന നമ്പർ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെക്കാം. അതിൽ വിളിച്ചിട്ട് വരാവുന്നതാണ്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 വേരിയൻറ്റ് 8GB 128GB വില 49,999 രൂപ. 12GB 256GB വില 57,999 രൂപ. ഇത് പൂർണ്ണമായിട്ടൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. പക്ഷേ മികച്ച ഒരു ക്യാമറ പെർഫോമൻസും മികച്ച ഒരു പെർഫോമൻസും മികച്ച ഡിസൈനും മികച്ച ബാറ്ററിയും ഒക്കെ നൽകുന്ന ഒരു മികച്ച ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ് ASUSൻ്റെ ROG 5S. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.